Once again, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സെൻറ്റൻസസ് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നോ അത്രത്തോളം നമ്മൾ ഫ്ലുവൻ്റ് ആകും. അതുകൊണ്ട് സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവൾ എന്ത് ചെയ്യുകയാണ്? അതെങ്ങനെ ചോദിക്കും? What is she doing? What is she doing? ഇത് തുടർച്ചയായ ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് പറഞ്ഞത്. സോ വാട്ട് ഈസ് ഷീ ഡൂയിങ് എന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്യുകയാണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവൾ ടി വി കാണുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഈസ് വാച്ചിങ് ടി വി. ഷീ ഈസ് വാച്ചിങ് ടി വി. വാച്ച് ടി വി എന്ന് പറഞ്ഞാൽ ടി വി കാണുക എന്നുള്ള അർത്ഥമാണ്. സോ ഷീ ഈസ് വാച്ചിങ് ടി വി എന്ന് പറഞ്ഞാൽ അവൾ ടി വി കാണുകയാണ് എന്നാണ് മീനിങ്. ഇത് നിന്റേതാണോ എന്ന് ചോദിക്കണം. നിന്റേത് എന്നെങ്ങനെയാണ് പറയുന്നത്? യുവേഴ്സ്. സോ ഈസ് ഇറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് നിന്റേതാണോ എന്നാണ് അർത്ഥം. ഈസ് ഇറ്റ് യുവേഴ്സ്. അപ്പോൾ ഇത് എൻ്റേതാണ് എന്നെങ്ങനെ പറയും? യെസ്, ഇറ്റ്സ് മൈൻ. ഇറ്റ്സ് മൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈൻ. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നാണ്. സോ ഇറ്റ് ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റേതാണ് എന്നാണ് അർത്ഥം. ഈസ് ഇറ്റ് യുവേഴ്സ്? യെസ്, ഇറ്റ്സ് മൈൻ. ഇനി എന്തെങ്കിലും ഒരു കാര്യം ശരിയാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു ഫിക്സ് ഇറ്റ്? ഫിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ക്യാൻ യു ഫിക്സ് ഇറ്റ് എന്ന് ചോദിച്ചാൽ നിനക്കിത് ശരിയാക്കാൻ കഴിയുമോ എന്നാണ് അർത്ഥം. സോ തീർച്ചയായും എനിക്ക് കഴിയും എന്ന് പറയണമെങ്കിലോ ഷുവർ ഐ ക്യാൻ. ഷുവർ ഐ ക്യാൻ. ഷുവർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും എന്നാണ്. സോ ക്യാൻ യു ഫിക്സ് ഇറ്റ്? ഷുവർ ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എനിക്ക് കഴിയും എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, ഇത് ശരിയാക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് നിനക്ക് തോന്നുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എത്ര സമയം എന്ന് ചോദിക്കുന്നത് ഹൗ ലോങ് എന്നാണ്. സോ എത്ര സമയം എടുക്കുമെന്നാണ് നിനക്ക് തോന്നുന്നത് എന്നെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഡു യു തിങ്ക് ഇറ്റ് വിൽ ടേക്ക്? ഹൗ ലോങ് ഡു യു തിങ്ക് ഇറ്റ് വിൽ ടേക്ക്? അത് ശരിയാക്കാൻ എന്നെങ്ങനെയാണ് പറയുന്നത്? To fix it. So how long do you think it will take to fix it? എന്ന് ചോദിച്ചാൽ അതായത് ഇത് ശരിയാക്കാൻ എത്ര സമയം എടുക്കുമെന്നാണ് നിനക്ക് തോന്നുന്നത് എന്നാണ് മീനിങ്. ഇനി അത് പറയാൻ പ്രയാസമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഹാർഡ് ടു ടെൽ. ഇറ്റ്സ് ഹാർഡ് ടു ടെൽ എന്ന് പറഞ്ഞാൽ പറയാൻ പ്രയാസമാണ് എന്നുള്ള അർത്ഥമാണ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ്സ് ഹാർഡ് ടു ടെൽ എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ പ്രയാസമാണ് എന്നാണ് മീനിങ്. സോ നമ്മൾ ഫോണൊക്കെ ചെയ്യുമ്പം ഇന്നയാളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കാറുണ്ടല്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? അതായത് അരുണിനോട് സംസാരിക്കാൻ എനിക്ക് കഴിയുമോ? ക്യാൻ ഐ സ്പീക്ക് ടു അരുൺ പ്ലീസ്? ക്യാൻ ഐ സ്പീക്ക് ടു അരുൺ പ്ലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അരുണിനോട് സംസാരിക്കാൻ കഴിയുമോ എന്നാണ് മീനിങ്. ഇനി അതിന് റിപ്ലൈ ആയിട്ട് എന്നോട് ക്ഷമിക്കണം, അവനിപ്പം ഇവിടെ ഇല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ എം സോറി, ഹി ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്. ഹി ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്. അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം എന്നുള്ള അർത്ഥമാണ്. ഹി ഈസ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഇല്ല എന്നാണ്. സോ ഐ എം സോറി, ഹി ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം, ഈ നിമിഷം അവൻ ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഐ എം സോറി, ഹി ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്. സോ അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ വിൽ ഹി ബി ബാക്ക്? വെൻ വിൽ ഹി ബി ബാക്ക് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോൾ മടങ്ങി വരും എന്നാണ് അർത്ഥം. അവൻ 10 മിനിറ്റിനുള്ളിൽ മടങ്ങി വരും എന്നെങ്ങനെ പറയും? ഹി വിൽ ബി ബാക്ക് ഇൻ 10 minutes. ഹി വിൽ ബി ബാക്ക് ഇൻ 10 minutes എന്ന് പറഞ്ഞാൽ അവൻ 10 മിനിറ്റിനുള്ളിൽ മടങ്ങി വരും എന്നാണ് അർത്ഥം. ഇൻ 10 minutes എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ എന്നാണ്. ഹി വിൽ ബി ബാക്ക് എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങി വരും. സോ ഹി വിൽ ബി ബാക്ക് ഇൻ 10 minutes എന്ന് പറഞ്ഞാൽ അവൻ 10 മിനിറ്റിനുള്ളിൽ മടങ്ങി വരും എന്നാണ് മീനിങ്. ഇനി നീ എന്നായിരുന്നു ജനിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ വേർ യു ബോൺ? വെൻ വേർ യു ബോൺ? ബോൺ എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നാണ്. സോ വെൻ വേർ യു ബോൺ എന്ന് പറഞ്ഞാൽ നീ എന്നായിരുന്നു ജനിച്ചത് എന്നുള്ള അർത്ഥമാണ്. ഇനി അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ 1990-ലാണ് ജനിച്ചത് എന്നെങ്ങനെ പറയും? ഐ വാസ് ബോൺ ഇൻ 1990. ഐ വാസ് ബോൺ ഇൻ 1990. 1990 എന്ന് പറയുന്നത് വർഷം. സോ എപ്പോഴും ഓർക്കുക, വർഷത്തിൻ്റെ കൂടെ ഇൻ എന്നുള്ള പ്രൊപ്പോസിഷൻ വേണം യൂസ് ചെയ്യാൻ. സോ ഐ വാസ് ബോൺ ഇൻ 1990. ഇനി നിന്റെ ജന്മദിനം എന്നാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ പറയും? എന്ന് പറയാൻ വെൻ. സോ വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്ന് ചോദിച്ചാൽ നിന്റെ ജന്മദിനം എന്നാണ്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ. ഇനി എൻ്റെ ജന്മദിനം
മാർച്ച് 21 തീയതിയാണ് എന്നെങ്ങനെ പറയും? മൈ ബർത്ത്ഡേ ഈസ് ഓൺ 21st മാർച്ച്. മൈ ബർത്ത്ഡേ ഈസ് ഓൺ 21st മാർച്ച്. എൻ്റെ ജന്മദിനം മാർച്ച് 21 എന്നാണ്. അപ്പം ഇവിടെ മാർച്ച് 21 എന്ന് പറയുന്ന ഒരു ഡേ ആണ് അല്ലേ? അപ്പം അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൺ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. സോ മൈ ബർത്ത്ഡേ ഈസ് ഓൺ മാർച്ച് 21. ഇനി എൻ്റെ ജന്മദിനം മാർച്ചിലാണ് എന്ന് പറയേണ്ടതെങ്കിലോ മൈ ബർത്ത്ഡേ ഈസ് ഇൻ മാർച്ച്. മാർച്ചിൽ എന്ന് പറയുമ്പോൾ ഇൻ മാർച്ച് എന്ന് പറയുക. സോ വർഷത്തിൻ്റെ കൂടെ മാസത്തിൻ്റെ കൂടെ ഇനി യൂസ് ചെയ്യുക. ഒരു സ്പെസിഫിക് ഡേറ്റ് പറയേണ്ടപ്പോൾ നമ്മൾ ഓൺ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിനക്ക് സഹോദരങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കണം. സഹോദരങ്ങൾ എന്ന് പറയുന്നത് സിബ്ലിങ്സ് എന്നാണ്. സോ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എന്നാണ് ചോദിക്കേണ്ടത്. സോ ഡു യു ഹാവ് എനി സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് സഹോദരങ്ങൾ ഉണ്ടോ എന്നാണ് അർത്ഥം. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്. ഇനി എനിക്ക് 2 സഹോദരങ്ങളുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് 2 siblings. ഐ ഹാവ് 2 siblings എന്ന് പറഞ്ഞാൽ എനിക്ക് 2 സഹോദരങ്ങളുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് 2 siblings. ഇനി നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? സോ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ എം ഫ്രം ഇന്ത്യ. ഐ എം ഫ്രം ഇന്ത്യ. സോ വേർ ആർ യു ഫ്രം? ഐ എം ഫ്രം ഇന്ത്യ. നീ എവിടെ നിന്നാണ്? ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് മീനിങ്. വേർ ആർ യു ഫ്രം? ഐ എം ഫ്രം ഇന്ത്യ. ഇനി നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഡു യു ലീവ് നൗ? വേർ ഡു യു ലീവ് നൗ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. സോ ഐ ലിവ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിലാണ് താമസിക്കുന്നത് എന്നാണ് മീനിങ്. ഐ ലിവ് ഇൻ ദുബായ്. ഇനി നമ്മൾ ചോദിക്കത്തില്ലേ അവിടെ സമയം എത്രയായി? സമയം എത്രയായി എന്ന് ചോദിക്കുന്നത് വാട്ട് ടൈം ഈസ് ഇറ്റ് എന്നാണ്. വാട്ട് ടൈം ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ സമയം എത്രയായി എന്നാണ്. അവിടെ നിങ്ങൾക്ക് എന്നുള്ള അർത്ഥത്തിൽ ഫോർ യു എന്ന് ചോദിക്കാം. സോ വാട്ട് ടൈം ഇസ് ഇറ്റ് ഫോർ യു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അവിടെ സമയം എത്രയായി അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം എത്രയായി എന്നുള്ള അർത്ഥമാണ്. വാട്ട് ടൈം ഇസ് ഇറ്റ് ഫോർ യു? 3 മണിയായി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് 3 PM. ഇറ്റ്സ് 3 PM എന്ന് പറഞ്ഞാൽ 3 മണിയായി എന്നുള്ള അർത്ഥമാണ്. ഇനി ഇന്ന് എത്രാം തീയതിയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡേറ്റ് ഇസ് ഇറ്റ് ടുഡേ? വാട്ട് ഡേറ്റ് ഇസ് ഇറ്റ് ടുഡേ? ഡേറ്റ് എന്ന് പറഞ്ഞാൽ തീയതി എന്നുള്ള അർത്ഥമാണ്. സോ ഇന്ന് ഡിസംബർ 31 തീയതിയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് 31st ഡിസംബർ. ഇറ്റ്സ് 31st ഡിസംബർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഡിസംബർ 31 തീയതിയാണ് എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ ഞാൻ നിന്നോട് വ്യക്തിപരമായ ഒരു കാര്യം ചോദിച്ചോട്ടെ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ക്വസ്റ്റ്യൻ എന്നാണ്. സോ ക്യാൻ ഐ ആസ്ക് യു എ പേഴ്സണൽ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഞാൻ നിന്നോട് വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്നാണ് അർത്ഥം. ക്യാൻ ഐ ആസ്ക് യു എ പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ പറയത്തില്ല തീർച്ചയായും ധൈര്യമായിട്ട് ചോദിച്ചു. അതെങ്ങനെ പറയും? യെസ് ഓഫ് കോഴ്സ്, ഗോ എഹെഡ്. യെസ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥമാണ്. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഗോ എഹെഡ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോയിക്കോളൂ, അതായത് ധൈര്യമായിട്ട് ചോദിച്ചോളൂ എന്നുള്ള അർത്ഥമാണ്. ഗോ എഹെഡ്. ഇനി നിനക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. അതായത് നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ട്രാവലിംഗ്? ഡു യു ലൈക്ക് ട്രാവലിംഗ് എന്ന് ചോദിച്ചാൽ നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ എന്നുള്ള അർത്ഥമാണ്. ഡു യു ലൈക്ക് ട്രാവലിംഗ്. സോ എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയണമെങ്കിൽ എസ് ഐ ലവ് ട്രാവലിംഗ് എന്ന് പറയാം. എസ് ഐ ലവ് ട്രാവലിംഗ്. നമുക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക്, ഐ ലവ്, ഐ എൻജോയ് എന്നൊക്കെയുള്ള ഫ്രേസസ് യൂസ് ചെയ്യാം. സോ ഐ എൻജോയ് ട്രാവലിംഗ് അല്ലെങ്കിൽ എസ് ഐ ലവ് ട്രാവലിംഗ്, എസ് ഐ ലൈക്ക് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി നീ വണ്ടി ഓടിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അതെങ്ങനെ ചോദിക്കും? ഡു യു ഡ്രൈവ്? ഡു യു ഡ്രൈവ് എന്ന് ചോദിച്ചാൽ നീ വണ്ടി ഓടിക്കാറുണ്ടോ എന്നാണ് മീനിങ്. സോ ഇതിന് ഉണ്ട് എന്ന് ചെറുതാക്കി പറയണമെങ്കിൽ എസ് ഐ ഡു എന്ന് പറയാം. എസ് ഐ ഡു. ഇവിടെ ഡു യു ഡ്രൈവ് എന്നല്ലേ ചോദിച്ചത്? ഡു എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്തത്. സോ ആൻസർ പറയുമ്പോഴും യെസ് ഐ ഡു എന്നാണ് പറയുന്നത്. യെസ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഷോർട്ടായിട്ട് പറയാനാണ് യെസ് ഐ ഡു എന്ന് പറഞ്ഞത്. നീ വണ്ടി ഓടിക്കാറില്ല എന്ന് പറയേണ്ടതെങ്കിലോ നോ ഐ ഡോണ്ട് എന്ന് പറയുക. നോ ഐ ഡോണ്ട്. ഇനി നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുക എന്നാണ്. സോ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു അണ്ടർസ്റ്റാൻഡ് മീ. ഉണ്ടെങ്കിൽ എസ് ഐ ഡു എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ ഐ ഡോണ്ട് എന്ന് പറയാം.
ഇനി നിനക്ക് എത്ര ഭാഷകൾ സംസാരിക്കാൻ അറിയാം എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതെങ്ങനെ പറയും? ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക് എന്ന് പറഞ്ഞാൽ നീ എത്ര ഭാഷകൾ സംസാരിക്കും എന്നുള്ള അർത്ഥമാണ്. ഹൗ മെനി ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എത്ര ഭാഷകൾ എന്നുള്ള അർത്ഥമാണ്. സോ എപ്പോഴും ഓർക്കുക, ഈ ലാംഗ്വേജ് എന്നൊക്കെ ഉള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 6 ഭാഷ 7 ഭാഷ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പം അത്തരം കാര്യങ്ങൾക്ക് എത്ര എന്ന് ചോദിക്കണം. അപ്പോൾ ഹൗ മെനി ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? ഞാൻ 3 ഭാഷകൾ സംസാരിക്കും എന്ന് പറയണമെങ്കിൽ ഐ സ്പീക്ക് 3 ലാംഗ്വേജസ് എന്ന് പറയാം. ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്. ഐ സ്പീക്ക് 3 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ 3 ഭാഷകൾ സംസാരിക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇനി അവൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ഹിസ് ജോബ്? വാട്ട് ഈസ് ഹിസ് ജോബ്? ഹിസ് ജോബ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലി എന്താണ്. സോ വാട്ട് ഈസ് ഹിസ് ജോബ് എന്ന് ചോദിച്ചാൽ അവൻ ജോലി എന്താണ് എന്നാണ്. സോ അദ്ദേഹം ഒരു അധ്യാപകനാണ് എന്ന് പറയണമെങ്കിൽ ഹി ഈസ് എ ടീച്ചർ എന്ന് പറയാം. ഹി ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവനൊരു അധ്യാപകനാണ് എന്നുള്ള അർത്ഥമാണ്. ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ജോലി എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ് എന്ന് ചോദിക്കാം. വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്, അതായത് നിങ്ങൾ ഉപജീവനത്തിന് എന്താണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ്. അവിടെയും ഞാനൊരു എഞ്ചിനീയർ ആണ് എന്ന് പറയണമെങ്കിൽ ഐ ആം ആൻ എഞ്ചിനീയർ എന്ന് പറയാം. ഐ ആം ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയർ ആണ് എന്നുള്ള അർത്ഥമാണ്. ഇനി നീ സാധാരണയായിട്ട് എഴുന്നേൽക്കാറുള്ളത് എപ്പോഴാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് അപ്പ്? വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് അപ്പ്? യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായി എന്നുള്ള അർത്ഥമാണ്. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നത്. സോ വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ നീ സാധാരണയായിട്ട് എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്നാണ് മീനിങ്. സോ ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് 7 മണിയോടുകൂടി എന്ന് പറയണമെങ്കിൽ അറൗണ്ട് 7 AM എന്ന് പറയാം. അറൗണ്ട് 7 AM. ഇനി നീ സാധാരണയായിട്ട് എത്ര മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്? ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോവുക എന്നുള്ള അർത്ഥമാണ്. വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ നീ എത്ര മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത് എന്നുള്ള അർത്ഥമാണ്. സോ അവിടെ 10 മണിയോടുകൂടി എന്ന് പറയണമെങ്കിൽ അറൗണ്ട് 10 PM എന്ന് പറയാം. അറൗണ്ട് 10 PM. ഇനി നീ വീട്ടിൽ ഇരുന്നാണോ ജോലി ചെയ്യുന്നത് അതോ നീ ഓഫീസിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കും? ഡു യു വർക്ക് ഫ്രം ഹോം ഓർ ഡു യു ഗോ ടു ആൻ ഓഫീസ്? ഡു യു വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ നീ വീട്ടിലിരുന്നാണോ ജോലി ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ്. ഓർ ഡു യു ഗോ ടു ആൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ നീ ഓഫീസിൽ പോകുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഡു യു വർക്ക് ഫ്രം ഹോം ഓർ ഡു യു ഗോ ടു ആൻ ഓഫീസ്? ഇനി ഞാൻ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയണമെങ്കിൽ ഐ വർക്ക് ഫ്രം ഹോം എന്ന് പറയാം. ഐ വർക്ക് ഫ്രം ഹോം. ഞാൻ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് എന്നാണ് മീനിങ്. ഇനി നിനക്ക് ഒഴിവ് സമയം കിട്ടുമ്പം നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം? ഇൻ യുവർ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ നിനക്ക് ഒഴിവ് സമയമുള്ളപ്പോൾ എന്നുള്ള അർത്ഥമാണ്. വാട്ട് ഡു യു ലൈക്ക് ടു ഡു എന്ന് ചോദിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ്. സോ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം? ഇനി എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഇഷ്ടം എന്നെങ്ങനെ പറയും? ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക എന്നാണ്. വിത്ത് മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തോടൊപ്പം. സോ ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. ഇനി നീ പാചകം ചെയ്യാൻ മിടുക്കിയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മിടുക്കുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഗുഡ് അറ്റ് എന്ന് ചോദിക്കാം. ആർ യു ഗുഡ് അറ്റ് കുക്കിംഗ് എന്ന് ചോദിച്ചാൽ നീ കുക്കിങ്ങിൽ മിടുക്കിയാണോ എന്നുള്ള അർത്ഥമാണ്. ആർ യു ഗുഡ് അറ്റ് കുക്കിംഗ്? സോ അതേ എന്ന് പറയണമെങ്കിൽ യെസ് ഐ ആം എന്ന് പറയുക, അല്ലെങ്കിൽ നോ ഐ എം നോട്ട് എന്ന് പറയുക. യെസ് ഐ ആം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കുക്കിങ്ങിൽ മിടുക്കിയാണ് എന്ന് ഷോർട്ടാക്കി പറയുന്നതാണ്. യെസ് ഐ ആം. ഇനി അല്ല എന്ന് പറയണമെങ്കിലോ നോ ഐ ആം നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കിങ്ങിൽ മിടുക്കിയല്ല എന്നാണ് ഇവിടെ മീനിങ്. പിന്നെ നമ്മൾ ചോദിച്ചില്ലേ എന്നാലും നിനക്ക് കുക്കിംഗ് ഇഷ്ടമാണോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് കുക്കിംഗ് ദോ? ഡു യു ലൈക്ക് കുക്കിംഗ് ദോ എന്ന് ചോദിച്ചാൽ എന്നാലും നിനക്ക് കുക്കിംഗ് ഇഷ്ടമാണോ എന്നാണ്. സോ ഇവിടെയും അതേ എന്ന് പറയണമെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയുക, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് എന്ന് പറയുക. ഇനി നീ വീട്ടിൽ നിന്നാണോ കഴിക്കുന്നത് അതോ നീ വെളിയിൽ പോയാണോ കഴിക്കുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു ഈറ്റ് അറ്റ് ഹോം എന്ന് ചോദിച്ചാൽ നീ വീട്ടിൽ നിന്നാണോ കഴിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്.
ഇനി പുറത്ത് പോയി കഴിക്കുക എന്ന് പറയാൻ ഈറ്റ് ഔട്ട് എന്ന് പറയാം. ഓർ ഡു യു ഈറ്റ് ഔട്ട്. സോ ഡു യു ഈറ്റ് അറ്റ് ഹോം ഓർ ഡു യു ഈറ്റ് ഔട്ട് എന്ന് ചോദിച്ചാൽ നീ വീട്ടിൽ നിന്നാണോ കഴിക്കുന്നത് അതോ നീ പുറത്ത് പോയാണോ കഴിക്കുന്നത് എന്നാണ് അർത്ഥം. സോ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നെങ്ങനെ പറയും? ഐ ട്രൈ ടു ഈറ്റ് അറ്റ് ഹോം. ഐ ട്രൈ ടു ഈറ്റ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഐ ട്രൈ ടു ഈറ്റ് അറ്റ് ഹോം. നീ എവിടെയാണ് വളർന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഡിഡ് യു ഗ്രോ അപ്പ്. വേർ ഡിഡ് യു ഗ്രോ അപ്പ്. സോ ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് വളർന്നത് എന്ന് എങ്ങനെ പറയും? ഐ ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ്. ഐ ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് വളർന്നത് എന്നാണ് മീനിങ്. ഐ ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ്. ഇനി കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഹാവ് യു ബീൻ മാരിഡ്. ഹൗ ലോങ് ഹാവ് യു ബീൻ മാരിഡ്. ഹൗ ലോങ് ഹാവ് യു ബീൻ മാരിഡ് എന്ന് ചോദിച്ചാൽ നീ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി എന്നുള്ള അർത്ഥമാണ്. ഇനി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി എന്ന് പറയണമെങ്കിലോ ഐ ഹാവ് ബീൻ മാരിഡ് ഫോർ 2 years. ഐ ഹാവ് ബീൻ മാരിഡ് ഫോർ 2 years. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി എന്നുള്ള അർത്ഥമാണ്. ഇനി നിനക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഡു യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്നാണ്. സോ നിനക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അത്രയ്ക്കധികം ഒന്നുമില്ല എന്ന് പറയണമെങ്കിലോ നോട്ട് ദാറ്റ് മെനി എന്ന് പറയാം. നോട്ട് ദാറ്റ് മെനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികം ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. നോട്ട് ദാറ്റ് മെനി. ഇനി ചില ആൾക്കാർ അത്ര പെട്ടെന്നൊന്നും വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ഈസി ഗോയിങ് പേഴ്സൺ എന്ന് പറയാം. സോ ആർ യു ആൻ ഈസി ഗോയിങ് പേഴ്സൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണോ എന്നുള്ള അർത്ഥമാണ്. ആർ യു ആൻ ഈസി ഗോയിങ് പേഴ്സൺ. സോ ആണെങ്കിൽ നമുക്ക് യെസ് ഐ ആം എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് എന്ന് പറയാം. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ഹാവ് യു എവർ ബീൻ ടു കഴിഞ്ഞിട്ട് ആ പ്ലേസ് പറയുക. സോ ഹാവ് യു എവർ ബീൻ ടു യൂറോപ്പ് എന്ന് ചോദിച്ചാൽ യൂറോപ്പിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഹാവ് യു എവർ ബീൻ ടു യൂറോപ്പ്. ഇനി ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് ഞാൻ യൂറോപ്പിൽ 2 തവണ പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ടു യൂറോപ്പ് ട്വൈസ് എന്ന് പറയാം. ഐ ഹാവ് ബീൻ ടു യൂറോപ്പ് ട്വൈസ്. ഐ ഹാവ് ബീൻ ടു യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂറോപ്പിൽ പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 തവണ, അല്ലെങ്കിൽ 2 times എന്ന് പറയാം. ഐ ഹാവ് ബീൻ ടു യൂറോപ്പ് 2 times. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.